turning moment diagram for a multi-cylinder engine. Multi-cylinder engine we പേപ്പർ നിങ്ങളെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ നോക്കി എനിക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ഫോർ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം ഫോർ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. മൾട്ടി സിലിണ്ടർ എഞ്ചിൻ തന്നെ ഒരു മീൻ ടോർക്ക് ലൈൻ ഈസ് ഷോൺ ആൻഡ് സെവറൽ areas or regions above and below the mean torque line was given. A1, A3, A5 were the areas above and A2, A4, A6 were the areas below. Now, area under the curve usually turning moment diagram എന്താണ് തരാറ്? What does area under the curve show? Energy stored in the flywheel. Energy stored in the flywheel എന്ന് പറഞ്ഞാൽ basically T into theta തന്നെയാണ്. Turning moment into crank rotation angle അല്ലെങ്കിൽ angular displacement തന്നെയാണ് energy stored ചെയ്യുന്നത്. സോ ഒരു ടേണിംഗ് മൊമെന്റ് ഡയഗ്രം വരച്ചിട്ട് അതിൽ കേർവ്സ് അല്ലെങ്കിൽ നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിൽ നമ്മൾ കണ്ടതാണ്. സോ ഏരിയ കമ്മിങ് വിത്തിൻ ദാറ്റ് കർവ് അല്ലെങ്കിൽ വിത്തിൻ ദാറ്റ് റീജിയൻ ഓൾവേസ് ഗിവ്സ് us the energy. സോ A1, A3, A5 എന്ന് പറഞ്ഞാൽ ഇതിൽ ബേസിക്കലി പോസിറ്റീവ് എനർജീസ്, A2, A4, A6 എന്നുള്ളത് നെഗറ്റീവ് എനർജീസ് ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. Negative energy means that is the particular stroke in which additional energy requirements are needed. Okay, and positive energies within the stroke, additional energies are generated. So, the additional generated energy flywheel storage deficit energy in the stroke provide those additional energy. That is basically the function of the flywheel. Hence, in the it will maintain a definite speed ratio for the engine. Engine rotation correct speed ratio maintain ചെയ്തു പോകും. സോ ഈ ഒരു എന്താ പറയാ ഈ മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ ഫ്ലൈവീൽ ഈ അനാലിസിസിൽ നമ്മളൊരു ടേബിൾ ആർക്കോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ക്രാങ്ക് റൊട്ടേഷൻ പൊസിഷൻ, ദാറ്റ് മീൻസ് ദ പൊസിഷൻ സ്റ്റാർട്ട്സ് അറ്റ് 0 ഡിഗ്രി, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ സാധാരണ ഒരു എഞ്ചിൻ എടുത്ത് നോക്കിയാൽ നമ്മളിപ്പോ അതിന്റെ ടോപ്പ് ഡെഡ് സെന്ററിൽ താഴേക്ക് വരുന്ന പൊസിഷൻ, ആ ടോപ്പ് ഡെഡ് സെന്ററിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന പൊസിഷനാണ് A. പിന്നെ the motion changes to B, C, D, E, F, G. G എന്ന് പറഞ്ഞാൽ 0 to pi, half rotation, 0 to 360 degree, sorry, pi അല്ല 2 pi. മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ 0 to 2 pi ആണ്. 0 to 2 pi, 360 degree rotation കഴിഞ്ഞു, and the cycle repeats. That means the fundamental thing you have to understand is if the mean energy, but E എന്നതാണ് mean energy during the start of the process, if the cylinder or the engine possesses a mean energy E and it starts the process from position A, അത് പൊസിഷൻ ജിയിൽ എത്തുമ്പോൾ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗിൽ ഇ ആണെങ്കിൽ ആ സൈക്കിൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സൈക്കിളിന് മുന്നോടിയായിട്ട് ഈ തന്നെയായിരിക്കണം അവിടെയുള്ള മീൻ എനർജി. ആ കൺസിഡറേഷൻ എപ്പോഴും ഉണ്ടാവണം. സോ ഇഫ് വി ടേക്ക് ക്രാങ്ക് പൊസിഷൻ എ എടുത്താൽ എയിലുള്ള എനർജി എന്താണ്? എനർജി നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയിരുന്നു, ക്രാങ്ക് പൊസിഷനും എനർജിയും ഫ്ലൈവീൽ എനർജിയും. പൊസിഷൻ ബിയിൽ എത്തുമ്പോൾ ദി എനർജി ചേഞ്ചസ് ടു വാട്ട്? ഇവിടെയാണ് ഇ എന്നുള്ളത്, ബിയിലേക്ക് എത്തുമ്പോൾ എന്താവും? ഇ പ്ലസ് A1 ആണ്. ഡു യു റിമെമ്പർ? ഇത് ഓർമ്മയുണ്ടാവും? സോ ബിയിൽ എത്തുമ്പോൾ എന്തായി മാറുന്നത്? ഇ പ്ലസ് A1 മൈനസ് A2 ആയി മാറും അല്ലെ? ഡിയിൽ എത്തുമ്പോൾ എന്താവും? ഇ പ്ലസ് A1 മൈനസ് A2 പ്ലസ് A3 ആയി മാറും. പൊസിഷൻ ഈ പൊസിഷൻ എത്തുമ്പോൾ എന്താവും? ഇ പ്ലസ് A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4. ഒരു A4 കൂടി ആയിരുന്നു റെഡ്യൂസ് ആണ്. എഫിലെത്തുമ്പോൾ എന്താവുന്നത്? ഇ പ്ലസ് A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 പ്ലസ് A5 ആണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ജി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, ജി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഈസ് നത്തിങ് ബട്ട് എ തന്നെയാണ്. അവിടെ എത്തുമ്പോൾ എന്താവും? ഇ പ്ലസ് A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 പ്ലസ് A5. അതിനിവിടെ എന്താ സംഭവിക്കുക? മൈനസ് A6 ആവും. ഇതാണ് ലാസ്റ്റ് പൊസിഷനിൽ എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലാസ്റ്റ് പൊസിഷനിലെ എനർജി ഷുഡ് ബി ഈക്വൽ ടു ഇ. കാരണം തുടങ്ങിയത് ഇയിലാണെങ്കിൽ അവസാനിക്കുന്നത് ഇയിലായിരിക്കണം. അപ്പൊ ഈ ടേമിലുള്ള എനർജി ഇ ആവണ്ടിക്കും. The terms
within this bracket should be equal to 0. അല്ലെ? അതായത് ഇതിന്റെ സമ്മോ ഇതിന്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്? A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 പ്ലസ് A5 മൈനസ് A6. ഈ ടോട്ടൽ വാല്യൂ എത്ര ഇടുന്നത്? അത് ഷുഡ് ബി ഈക്വൽ ടു 0. എന്നാൽ മാത്രമേ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ പൊസിഷനിൽ അടുത്ത ഇതേ ടേംസ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കാൻ പറ്റും? ടോട്ടൽ എനർജി ഈ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ത്രൂ ഔട്ട് ദ സൈക്കിൾ ഓരോ സ്ട്രോക്കിലും ഓരോ സ്റ്റേജിലും വരുന്ന എനർജീസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ചിലപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി വരിക. That particular value അല്ലെങ്കിൽ the greatest of these energies is known as maximum kinetic energy of the flywheel. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും, ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും. സോ ലീസ്റ്റ് ഓഫ് ദീസ് എനർജീസ്, ഈ ഓരോ സ്ട്രോക്കിലും വരുന്ന എനർജിയിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കുന്നത് മിനിമം കൈനറ്റിക് എനർജി. ഇനി ഈ മാക്സിമം കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ക്രാങ്കിന്റെ റൊട്ടേഷൻ ഫുൾ സ്പീഡ്, മാക്സിമം സ്പീഡിലായിരിക്കണം. മിനിമം കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ എന്ത് ഉണ്ടായിരിക്കണം? മിനിമം സ്പീഡിലായിരിക്കും കറങ്ങേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സോ മാക്സിമം കൈനറ്റിക് എനർജി കിട്ടുന്ന ക്രാങ്കിന്റെ പൊസിഷൻ ഏതാണ് അവിടെ മാക്സിമം സ്പീഡും ഉണ്ടാവും. മിനിമം കൈനറ്റിക് എനർജി കിട്ടുന്ന പൊസിഷൻ ഏതാണോ അവിടെ മിനിമം സ്പീഡും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? Sir. Yes, sir. Okay. So the maximum kinetic energy എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണ് കിട്ടുന്നത് അതാണ് മാക്സിമം കൈനറ്റിക് എനർജി. നമ്മൾ എഴുതിയത് എനർജിന്റെ ഇക്വേഷൻ ആണ് അല്ലെ? സോ നൗ വി ഹാവ് എ ടേം or we should understand a term, maximum fluctuation of energy. എനർജി ഫ്ലക്ച്വേഷൻ മാക്സിമം എവിടെയാണ് ഉണ്ടാകുന്നത്? ഈ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജി. ഈ ടേമിനാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഈ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി അതിനെ നമ്മൾ വർക്ക്, ഓരോ സൈക്കിളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കുമായി ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അടുത്ത ടേം കോഎഫിഷ്യന്റ് ഓഫ് fluctuation of energy is equal to maximum fluctuation. FLUCT എന്ന് എഴുതുമ്പോൾ maximum fluctuation of energy divided by work done per cycle. ഇതിനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയും. ഈ രണ്ട് ടേമും ഇമ്പോർട്ടന്റ് ആണ്. Maximum fluctuation of energy, coefficient of fluctuation of energy. Maximum fluctuation of energy, small e in the term won't be known. Maximum fluctuation of energy, small നോട്ട് ചെയ്ത് നോക്കണേ ഞാൻ പറയുന്ന കാര്യങ്ങൾ. Similarly, maximum fluctuation of speed ഉണ്ട്. Maximum speed minus minimum speed. Maximum fluctuation FLUCT എന്ന് എഴുതുന്നത് of speed. FLUCT എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ആണ്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡ്. Similarly, coefficient of fluctuation of speed. Coefficient of fluctuation of speed എന്ന് പറഞ്ഞാൽ maximum fluctuation of speed divided by mean speed. ഈ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഞാൻ കെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു.
Now, just imagine that I is equal to moment of inertia of the flywheel. I is the moment of inertia here. Okay, let omega 1 is equal to maximum speed. Flywheel the maximum speed on omega 2 is equal to minimum speed. So omega 1 plus omega 2 divided by 2 എന്ന് പറഞ്ഞാൽ ഇതാണ് mean speed. Mean speed ന് omega കൊണ്ട് denote ചെയ്യും. Let E എന്ന് പറഞ്ഞാൽ kinetic energy of flight. Capital is kinetic energy of flight. Kinetic energy നമുക്ക് എങ്ങനെ എഴുതാം? Half mv square ആണ്, പക്ഷെ റൊട്ടേറ്റിംഗ് പാർട്ട് ആയതുകൊണ്ട് half I into omega square. ഇത് മീൻ എനർജി ഓഫ് ഫ്ലൈവീൽ ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം എനർജി ഫ്ലൈവീൽ എന്താവും? മാക്സിമം സ്പീഡുള്ള സ്ഥലത്തായിരിക്കും മാക്സിമം എനർജി. ഹാഫിന്റെ ഐന്റെ ഒമേഗ 1 സ്ക്വയർ വരും. മിനിമം കൈനറ്റിക് എനർജി എവിടെ ഇരിക്കും? മിനിമം സ്പീഡ് എവിടെയാണോ അവിടെയാണ് മിനിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. ഹാഫിന്റെ ഐന്റെ ഒമേഗ 2 സ്ക്വയർ വരും. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഇ എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? മാക്സിമം എനർജി ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ 1 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു ഒമേഗ 2 സ്ക്വയർ. മാക്സിമം എനർജി മൈനസ് മിനിമം എനർജി. ഹാഫ് ഐ കോമൺ ആയിട്ട് എടുക്കാം അല്ലെ? നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഐ ഇൻറ്റു ഒമേഗ 1 സ്ക്വയർ മൈനസ് ഒമേഗ 2 സ്ക്വയർ. ഒമേഗ 1 സ്ക്വയർ മൈനസ് ഒമേഗ 2 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ പ്ലസ് ഒമേഗ 2 മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ 1 മൈനസ് ഒമേഗ 2 എഴുതാം അല്ലെ? സോ ഇനി ചെറുതായിട്ടൊന്ന് റീറൈറ്റ് ചെയ്യുന്നു. ഐ ഇൻറ്റു ഹാഫിലെ ബൈ 2 ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ഡിവൈഡഡ് ബൈ 2 multiplied by omega 1 minus omega 2. Omega 1 plus omega 2 multiplied by omega 1 minus omega 2 ആണ് omega 1 square minus omega 2 square. ഈ divided by 2 എന്നുള്ള ഇങ്ങോട്ട് എഴുതുമ്പോൾ 1 by 2 കിട്ടുന്നത്. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുന്നത്. omega 1 plus omega 2 by 2 എന്ന് പറഞ്ഞാൽ മീൻ സ്പീഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു മീൻ സ്പീഡ് ഒമേഗ ഇൻറ്റു omega 1 minus omega 2. Now, let me multiply and divide this term by omega. Omega ne kondu multiply ennu divide ചെയ്യും. Okay, ഈ ടേമിനെ റീഅറേഞ്ച് ഇങ്ങനെയാണ് എഴുതിയത്. ഈ ടേമിനെ ഞാൻ ഒമേഗ ബൈ ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് മൾട്ടിപ്ലൈയിങ് ബൈ ഒമേഗ ആൻഡ് ഡിവൈഡിങ് ബൈ ഒമേഗ. മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? ഒമേഗ ഇൻ ഒമേഗ ഒമേഗ സ്ക്വയർ. ഈ ഒമേഗ താഴെ വരും. ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ ഒമേഗ. ഒമേഗ 1 മൈനസ് ഒമേഗ 2 എന്താ? മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡാണ്. മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡാണ്. ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് വരും അല്ലെ? അവിടെ എന്താ വരും? ഒമേഗ 1 മൈനസ് ഒമേഗ 2 ഡിവൈഡഡ് ബൈ ഒമേഗ. ഈ ഒമേഗ ഇങ്ങോട്ട് പോകുമ്പോൾ ഒമേഗ 1 മൈനസ് ഒമേഗ 2 എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ആയിരുന്നു. ഡിവൈഡഡ് ബൈ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ സ്പീഡ്. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഡിവൈഡഡ് ബൈ മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ആണ്. ഈ ഒമേഗ ഇങ്ങോട്ട് പോകും, ഇവിടെ ഒമേഗ സ്ക്വയർ ആവും. ഈ ഒമേഗനെ ഡിനോമിനേറ്റർ ആയിട്ട് ഇങ്ങോട്ട് എടുക്കും. ഒമേഗ 1 മൈനസ് ഒമേഗ 2 ഡിവൈഡഡ് ബൈ ഒമേഗ എന്നുള്ള ടേം നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ആയിട്ടുണ്ട്. That means finally E നമുക്ക് എങ്ങനെ എഴുതാം? E can be written as I into omega square into K. I into omega square into K. Relation between E എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Maximum fluctuation of energy and coefficient of fluctuation of speed. ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ്.
K ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കെ എങ്ങനെ എഴുതാം? കെ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇത് ഞാൻ 2 കൊണ്ട് ഡിനോമിനേറ്റർ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തു. അതായത് ഇ ഡിവൈഡഡ് ബൈ 2 divided by 2 into I omega square ചെയ്യും. ഡിനോമിനേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ എഴുതാം? ഇ ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 1/2 into I omega square. ഈ ടേം നോക്കൂ, 1/2 into I omega square, 1/2 into I omega square എന്താണ്? ഇ ആണ്, mean energy of flywheel. So ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? K is equal to E divided by 2 into capital E. Equation for K in terms of maximum fluctuation of energy small u, mean energy capital E. This is also a relation. 5 marks 3 marks 4 marks ചോദിക്കാൻ പറ്റിയ ഒരു ഡെറിവേഷനോ റിലേഷനോ ആണെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. Okay, relations between what? Coefficient of fluctuation of speed, maximum fluctuation of energy and mean energy. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ്. ക്ലിയർ ആണോ? നോട്ട് ചെയ്തിനാണ്? നോട്ട് ചെയ്താ? Yes, sir. നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം ഷെയറിംഗ് മൈ സ്ക്രീൻ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഞാൻ ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഫ്ലൈവീൽ അനാലിസിസിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ ആണ് ഇപ്പൊ തന്നെ. ഓരോരോ സാമ്പിൾ മാത്രം നമ്മൾ ചെയ്യുക, അത്രയും സമയമുള്ളൂ. ആ ക്വസ്റ്റൻ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും. ഫസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ ദിസ് വൺ. ഇപ്പൊ നമ്മൾ എടുത്ത ടോപ്പിക് കഴിഞ്ഞില്ല. ടേണിംഗ് മൊമെന്റ് ഡയഗ്രം തന്നിട്ട് അതുപോലെ റിലേറ്റ് ചെയ്ത ടോപ്പിക് ആണ്. അതിന്റെ കൂടെ ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ ഞാൻ ബോർഡിൽ വരക്കാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കില്ല.
ക്വസ്റ്റ്യൻ എഴുതിയോ? കേൾക്കുന്നുണ്ടോ? Yes, sir. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഞാൻ ബോർഡിൽ ഫിഗർ വരച്ചിട്ടുണ്ട്. The turning moment diagram for a petrol engine is drawn to a vertical scale of 1 mm is equal to 500 Newton meter and a horizontal scale of 1 mm is equal to 3 degree. അതെന്താണെന്നുള്ള ഞാൻ പറഞ്ഞു. Now the turning moment diagram repeats itself after every half revolution of crankshaft. The areas above and below the mean torque line are 260, minus 580, 80, minus 380, 870, minus 250 mm square. The rotating parts have a mass of 55 kilogram and radius of gyration of 2.1 meter. If the engine speed is 1600 rpm, determine the coefficient of fluctuation of speed. Question. Question എഴുതിയാ? ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും? Yes, sir. Yes, sir. Look at the board. ഫിഗർ നോക്ക്. ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ആ ഫിഗർ ഒന്ന് നോട്ട് ചെയ്തോ, റഫായി നോട്ട് ചെയ്തോ. The turning moment diagram for a petrol engine is given. Turning moment diagram തന്നിട്ടുണ്ട്. The vertical scale 1 mm is equal to 500 Newton meter and horizontal scale 1 mm is equal to 3 degree. See, turning moment diagram basically കാണിക്കുന്നത് എനർജിയാണ്. That means, see, ഇപ്പം ഏരിയ ഏരിയ അണ്ടർ ദിസ് കർവ്, ഈ ഏരിയ ആണ് 260 എന്ന് പറഞ്ഞാൽ 260 mm സ്ക്വയർ ആക്കുന്നത്. ഇപ്പൊ ഏരിയ അണ്ടർ ദിസ് കർവ് ഇതെന്താണ് 380 mm സ്ക്വയർ. ഫുൾ ഓരോന്നും ഏരിയാസ് ആണ്. അതാണ് ഏരിയന്റെ വാല്യൂ mm സ്ക്വയർ. mm സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ആംഗിളും mm-ലായിരിക്കണം, ഇതും mm. ഇതിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ ഏരിയ mm സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് വെർട്ടിക്കൽ സ്കെയിൽ 1 mm. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സ്കെയിൽ എടുക്കുന്ന 1 mm, 1 mm, 1 mm. ആ 1 mm ഡിനോട്ട്സ് വാട്ട് 500 Newton meter. And horizontal scale of 1 mm denotes 3 degree. Horizontal scale crank rotation ആണ്. ആ crank rotation ആണ് നമ്മൾ ലീനിയർ സ്കെയിലിൽ കാണിച്ചിട്ടുള്ളത്. സോ 1 mm എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്ത 3 ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ ആണ് കാണിക്കുന്നത്. സോ ഫൈനലി നമുക്ക് കിട്ടേണ്ട ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് ടി ഇൻറ്റു തീറ്റ. ടി എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണ്. ഡിഗ്രി നമുക്ക് റേഡിയൻസിലേക്കാണ് 5/180 ചെയ്യും. അതിന്റെ പ്രൊഡക്റ്റാണ് നമുക്ക് അൾട്ടിമേറ്റ് എനർജി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. mm സ്ക്വയറിലല്ല നമ്മൾ എഴുതണം. mm സ്ക്വയറിന് എഴുതി തരാൻ കാരണം ഫിഗറിൽ പ്ലോട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയാണ്. ഓക്കെ. ടേണിംഗ് മൊമെന്റ് ഡയഗ്രം റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എവറി ഹാഫ് റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് 0 to π ഇതാണ് ഹാഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ക്രാങ്ക് ഷാഫ്റ്റിന് ഹാഫ് റെവല്യൂഷൻ ആലോചിച്ച് നോക്കാം. പെട്രോൾ എഞ്ചിനിൽ ഹാഫ് റെവല്യൂഷൻ. ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് താഴേക്ക് വരണം. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് താഴേക്ക് വരണമെങ്കിൽ ക്രാങ്ക് ഇങ്ങനെയുള്ളത് ഇങ്ങനെ ഹാഫ് ഡിഗ്രി 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യണം. ആ 180 ഡിഗ്രി റൊട്ടേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ അടുത്ത 180 എന്താണ് ഇതേ ഫിഗർ റിപ്പീറ്റ് ചെയ്തു. അതായത് ഈ പൈക്ക് ശേഷം വീണ്ടും വരുന്ന ഇതേ ഗ്രാഫാണ് അപ്പുറത്തേക്ക് വരും. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഏരിയാസ് ഗിവൺ തന്നിട്ടുണ്ട്. മീൻ ടോർക്ക് ലൈൻ്റെ അബവും ബിലോ. എബവ് ഉള്ളതെല്ലാം പോസിറ്റീവ് ആയിരിക്കും, 260, 80, 870 പോസിറ്റീവും. ബിലോ ഉള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും, 580, 380, 250. അത് -580, -380, -50 തന്നിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് പാർട്സിന്റെ മാസ് ആണ്. റൊട്ടേറ്റിംഗ് പാർട്സിന്റെ മാസ് m is equal to, ഗിവൺ ഡാറ്റ എഴുതി വെക്കുക ആദ്യം തന്നെ. ഓക്കെ, മറക്കരുത്. m is equal to 55 കിലോഗ്രാം. ഓക്കെ, m 55 കിലോഗ്രാം അവിടെ ഇരിക്കട്ടെ. പിന്നെ തന്നിട്ടില്ല എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ k is equal to 2.1 മീറ്റർ. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ k കിട്ടിയാൽ നമുക്ക് എന്ത് എടുക്കാം? ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടൈം is equal to mk square. 55 into 2.1
you will get the value as 242.55 kilogram meter square. This is the value of moment of inertia. പിന്നെ engine speed n is equal to 1600 rpm. n 1600 rpm, we can find out the angular velocity 2 pi n by 60 ആണ്. And the value നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 167.55 radians per second. We get the angular velocity as 167.55 radians per second. So value of I ഉണ്ട്, value of omega ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് എനർജി കണ്ടുപിടിക്കാം. എനർജിന്റെ ആവശ്യം വരും, കാരണം നമുക്കത് കണ്ടുപിടിക്കേണ്ട we have to find out what is the requirement. Determine the coefficient of fluctuation of speed ആണ്. K ആണ്. K is equal to E by 2 into E ആണ് equation. So we have to obtain the value of E. Small e വേണം, capital E വേണം. Capital E എന്ന് പറഞ്ഞാൽ എന്താണ്? Half into I into omega square. ഇനി സ്മോൾ ഇ എവിടുന്ന് കണ്ടുപിടിക്കും? സ്മോൾ ഇ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം തന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഡാറ്റ ഗിവൺ ആണ്. ഗിവൺ ഡാറ്റ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ്. സി, ഫസ്റ്റ് സെറ്റ് ഓഫ് ന്യൂമറിക്കൽ ആണെങ്കിൽ ഈ രീതിയിലുള്ള പല ടൈപ്പ് ന്യൂമറിക്കലും വരാം. അതായത് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം തന്നിട്ട് ഇങ്ങനത്തെ കുറെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള 8 മാർക്കിന്റെയോ 7 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻസ് വരാം. വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫ്ലൈവീൽ അനാലിസിസിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഒരു സെറ്റും ക്വസ്റ്റ്യൻ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ഗിവൺ ഡാറ്റ ഐ കണ്ടുപിടിച്ച് ഒമേഗ കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടേണ്ടത് കെ ആണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. ആൻഡ് ഇക്വേഷൻ സ്മോൾ ഇ ബൈ 2 into ക്യാപിറ്റൽ ഇ ആണ്. ക്യാപിറ്റൽ ഇ കണ്ടുപിടിക്കാൻ ഈ വാല്യൂസ് ആണ്. സ്മോൾ ഇ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഡയഗ്രത്തിന്റെ ഹെൽപ്പ് ആണ്. സ്മോൾ ഇ നമ്മൾ അങ്ങനെ ഉണ്ട്. സ്മോൾ ഇ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം നോക്കിയ പോലെ തന്നെ we have to check the energies stage by stage. See, for example, kinetic energy at position A. പൊസിഷൻ എയിലുള്ള കൈനറ്റിക് എനർജി എത്രയാണ്? അത് മീൻ എനർജി ക്യാപിറ്റൽ ഇ ആയിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് തന്നിട്ടില്ല ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് എത്ര എനർജി ഉണ്ടെന്ന് തന്നിട്ടില്ല. സോ ലെറ്റ് ദ ഫ്ലൈ വീൽ കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൈ വീൽ ആണ് അറ്റ് പൊസിഷൻ എ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മീൻ എനർജി ഇ ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ബി എന്തായി മാറും? ഇ പ്ലസ് 260 ആണ്. സി ഇതെന്തായി മാറും? ഇ പ്ലസ് 260 മൈനസ് 580. ഇ പ്ലസ് 260 മൈനസ് 580 അല്ലെ? ദിസ് വിൽ ബി ഇ മൈനസ് 320. അറ്റ് സി ഇതിന്റെ വാല്യൂ ഇ മൈനസ് 320 ആണ്. അറ്റ് ഡി എന്തായിരിക്കും ഇതിന്റെ വാല്യൂ? ഇ മൈനസ് 320 ആണ് സി വരെ ഉള്ളത് അല്ലെ? ആണോ അല്ലയോ? സോ ഇ മൈനസ് 360, സോറി, ഇ മൈനസ് 320 പ്ലസ് 80 വരും, 240 വരും. മൈനസ് 320 പ്ലസ് 80 ആണ്. സോ ഇ മൈനസ് 240 വരും. ഡി പൊസിഷനിൽ ഇ മൈനസ് 240 ആണ്. ഡിയിൽ നിന്ന് പൊസിഷൻ ഇയിലെത്തുമ്പോൾ ഈ എനർജി എന്താണ്? ഇ മൈനസ് 240. ഡി വരെയുള്ളത് 240 ആണ്. മൈനസ് 380 വരും. കാരണം ഇതുവരെയുള്ളത് 240 ആണ്. ഇയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് 380 കൂടി സബ്ട്രാക്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇതും ആഡ് ചെയ്യാം. നെഗറ്റീവ് നെഗറ്റീവ്. സോ ഇ മൈനസ് 620 വരും. പൊസിഷൻ ഇ നിന്ന് പൊസിഷൻ എഫിലേക്ക് എത്തുമ്പോൾ സംഭവിക്കും അവിടെ വരെയുള്ളത് ഇ മൈനസ് 620 ആയിരുന്നു. അതിലൂടെ എന്ത് ചെയ്യണം? പ്ലസ് ആണ് ചെയ്യേണ്ടത്, കാരണം ഹയർ എനർജി ആണ് വരുന്നത്. പ്ലസ് 870 ആണ് ചെയ്യേണ്ടത്. This will be E plus 620, 815, 620 എടുക്കണം, 250 വരും. E plus 250 വരും. at പൊസിഷൻ എഫ്. പൊസിഷൻ എഫ് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ പൊസിഷൻ ജി ആണ്. ജി പൊസിഷൻ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് ആ പൊസിഷൻ.
എന്താ പറയുക, ഇ പ്ലസ് 250 സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് 250. സ്റ്റാർട്ട് ചെയ്തു ഇന്ന് എൻഡ് ചെയ്തു ഇന്ന്. നമ്മൾ എന്തിലേക്ക് പോകുന്നത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്മോൾ ഇ ആണ്. സ്മോൾ ഇ എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻ, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയാണ്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജിയാണ്. ഇതിൽ മാക്സിമം കൈനറ്റിക് എനർജി ഏതാന്ന് നോക്കുക. മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞ മീൻ എനർജിയുടെ പ്ലസ് മാക്സിമം വാല്യൂ ഏതാണോ അതാണ് മാക്സിമം വരിക, അല്ലെ? ബിയിൽ ഇ പ്ലസ് 260 ഉണ്ട്, ബാക്കി സിയിൽ ഇ മൈനസ് 320 ആണ്, ഇത് ഇ മൈനസ് 240 ആണ്, ഇത് ഇ മൈനസ് 620 ആണ്, എഫിൽ ഇ പ്ലസ് 250 ആണ്. സോ മാക്സിമം കൈനറ്റിക് എനർജി എന്തായിരിക്കണം? പൊസിഷൻ ബിയിലായിരിക്കണം, ഇ പ്ലസ് 260 ആണ്. പൊസിഷൻ എഫിൽ ഇ പ്ലസ് 250 ആണ്, 260 ആണ് കൂടുതൽ, അതാണ് മാക്സിമം കൈനറ്റിക് എനർജി. മിനിമം കൈനറ്റിക് എനർജി ഏതായിരിക്കും? ഈ ഇവിടെ സിയിൽ ഇ മൈനസ് 320, ഇത് ഇ മൈനസ് 240 മൈനസ് 620, ഗ്രേറ്റർ എനർജി ഇതാണ്. സോ മിനിമം കൈനറ്റിക് എനർജി പൊസിഷൻ ഇയിലാണ് ഉണ്ടാവുക, ഇ മൈനസ് 620 ആണ്. ഇതെങ്ങനെ എടുത്തെന്നുള്ള മനസ്സിലായിനോ? ഓക്കെ. സോ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി സ്മോൾ ലെറ്റർ ഇന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി E is equal to എന്താണ്? മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജി. മാക്സിമം കൈനറ്റിക് എനർജി എത്ര കിട്ടിയാൽ നമുക്ക്? ഇ പ്ലസ് 620 ആയിരുന്നു അല്ലെ ആദ്യത്തെ പൊസിഷനിൽ കിട്ടിയ. 620 260, ഇ പ്ലസ് 260 യെസ്. ഇത് മൈനസ് മിനിമം കൈനറ്റിക് ഇ മൈനസ് 620 കിട്ടിയത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇയും ക്യാൻസൽ ചെയ്തു, 260 പ്ലസ് 620 ആണ് വരിക അല്ലെ? 260 പ്ലസ് 620 ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ വാല്യൂ എത്ര ആയിരിക്കും? 880. യെസ്. പക്ഷെ 880 എന്ന് പറഞ്ഞാൽ ഈ 880 കിട്ടുന്നത് എന്താണ്? ഇതിപ്പം 260 mm² ആണ്, ഇതും mm². നമുക്ക് mm² എനർജി കാണുന്നത്. ഗ്രാഫിക്കലി ആണ് ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ ഏരിയ mm². അതിനെയാണ് ഇവിടെ ഡിറ്റക്ട് ചെയ്തത് എനർജി. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ വാല്യൂ അല്ല എനർജി വരുന്നത്. എനർജിയുടെ വാല്യൂ എന്താണ്? ജൂൾസ് ആണ് അല്ലെ, ന്യൂട്ടൺ മീറ്റർ ആണ്. അതിനാണ് നമുക്ക് എനർജിന്റെ വാല്യൂ കിട്ടേണ്ടത്. ആ ന്യൂട്ടൺ മീറ്റർ വാല്യൂ എന്ന് പറഞ്ഞാൽ ടേണിംഗ് മൊമെന്റ് ന്യൂട്ടൺ മീറ്റർ മൾട്ടിപ്ലൈഡ് ക്രാങ്ക് ആംഗിൾ തീറ്റ ഡിഗ്രി. അപ്പൊ നമ്മൾ ശരിക്കും ഇതിനെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഈ എനർജി, അതായത് ഇനിയുള്ള എല്ലാ പ്രോബ്ലത്തിലും, ഈ ടൈപ്പ് എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അത് അതേപോലെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദിസ് 860 should be multiplied by the horizontal scale and multiplied by the vertical scale. ഇതാണ് നിങ്ങൾ ചെയ്യണം. കാരണം ഹൊറിസോണ്ടൽ സ്കെയിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ, വെർട്ടിക്കൽ സ്കെയിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ, ഹൊറിസോണ്ടൽ സ്കെയിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? സി, വെർട്ടിക്കൽ സ്കെയിൽ 1 mm 500 ന്യൂട്ടൺ മീറ്റർ കാണിക്കുന്നു. അതായത് ഇവിടെ മൾട്ടിപ്ലൈ ബൈ 500 ആണ് ചെയ്യേണ്ടത്. പിന്നെ ഹൊറിസോണ്ടൽ സ്കെയിൽ 1 mm = 3 ഡിഗ്രി ആണ്. ഡിഗ്രി അല്ല വേണ്ടത്, കാരണം നമ്മൾ ലീനിയർ ആയിട്ട് കാണിക്കും. സോ അത് റേഡിയൻസിലേക്കാണ് മാറ്റണം. സോ ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്യേണ്ടത്. അത് എല്ലാ ക്വസ്റ്റിലും നിങ്ങൾ ഹൊറിസോണ്ടൽ സ്കെയിലിനെയും വെർട്ടിക്കൽ സ്കെയിലിനെയും കൊണ്ട് ഈ കിട്ടുന്ന വാല്യൂനെ മൾട്ടിപ്ലൈ അത്രേ ഉണ്ട്. മൾട്ടിപ്ലൈ ബൈ ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 mm = 3 ഡിഗ്രി ആണ്. സോ 3 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റില്ല. ഞാൻ 3 ഡിഗ്രി എഴുതുന്നതാണ് 3 × 5/180. ഈ 880 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ mm² നമുക്കുള്ളത് അല്ലെ? സോ ആ mm² നമ്മൾ 1 mm = 3 ഡിഗ്രി, ഇവിടെ 1 mm = 500 ന്യൂട്ടൺ മീറ്റർ. mm². അതേ സാധനമാണ് ന്യൂട്ടൺ മീറ്റർ ഡിഗ്രി, അതായത് റേഡിയനിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറും. ഞാൻ ചെയ്യുന്ന മനസ്സിലാവുന്നുണ്ടോ? സോ 3 ഡിഗ്രി ആണ്, അതിന് റേഡിയനിൽ മാറ്റിയതാണ് π/180. ഇത് മൾട്ടിപ്ലൈഡ് ബൈ വെർട്ടിക്കൽ സ്കെയിൽ എത്ര? 1 mm = 500 ന്യൂട്ടൺ മീറ്റർ ആണ്. ഞാൻ ഇവിടെ ഇതിന് മൾട്ടിപ്ലൈഡ് ബൈ 500. സോ ഈ ടോട്ടൽ വാല്യൂ വരുന്നത്
2338 Newton meter. This is the standard value for E. E എന്താണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ഈ സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. ഈ ടൈപ്പ് എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ചെയ്യേണ്ടതാണ്. ഈ 880 കിട്ടുന്ന നമ്മൾ ഇതിലെ ഓരോ സ്റ്റേജിലെ എനർജിന്ന് മാക്സിമം മിനിമം മൈനസ് ചെയ്ത് കിട്ടുന്നു. ബട്ട് അതിനെ ഹൊറിസോണ്ടൽ സ്കെയിലിനെയും വെർട്ടിക്കൽ സ്കെയിലിനെയും കൊണ്ട് മൾട്ടിപ്ലൈ. ഈ സ്റ്റെപ്പ് നിങ്ങൾ തുടക്കത്തിലെ ഈ സ്റ്റെപ്പില് ഈ കാര്യം എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെ എഴുതിയാൽ നല്ലത്, മറന്നുകൊണ്ട് ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. ഈ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഇ ഉണ്ട്, സ്മോൾ ഇ കിട്ടി, ഇനി എന്ത് ചെയ്യാൻ ക്യാപിറ്റൽ ഇന്റെ വാല്യൂ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ റിലേഷൻ തന്നെ എടുത്താൽ മതി. അതായത് പർച്ചേഷൻ ഓഫ് എനർജിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, പർച്ചേഷൻ ഓഫ് എനർജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡയറക്റ്റ് ഒരു ഇക്വേഷൻ തന്നെ ഉണ്ടല്ലോ, A is equal to E divided by I omega square. ഈ ഇക്വേഷൻ എടുത്താലും മതി. ഒമേഗ എന്താന്ന് പറയാം, I എന്ന് പറഞ്ഞാൽ M into K square ആണ്. അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. E ഉണ്ട്. ഈ ഇക്വേഷനിൽ if you substitute you will obtain the value of K. Is this clear? Yes, sir. Okay, so first category of question ആണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കുറെ റെഫറൻസ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ട്. അസൈൻമെന്റ് ആയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതല്ലാതെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായും